KIMS Al Shifa Super Speciality Hospital, പെരിന്തൽമണ്ണ. തൂതപ്പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ കാർഷിക മേഖല പ്രതിസന്ധിയിൽ. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായി. ജലക്ഷാമം പരിഹരിക്കാൻ സ്ഥിരം തടയണ നിർമ്മിക്കണമെന്നും താൽക്കാലിക പരിഹാരമായി കാഞ്ഞിരപ്പുഴ ഡാം തുറന്നുവിടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ ജില്ലാ കളക്ടർമാർക്ക് കത്ത് നൽകി. തൂതപ്പുഴയിൽ ഒഴുക്ക് നിലച്ചതോടെ വിവിധ പ്രദേശങ്ങളിൽ ജലസേചന പദ്ധതികൾ പ്രതിസന്ധിയിലായി. പ്രധാന ജലസേചന പദ്ധതികളിൽ ഒന്നായ ഏലംകുളം പഞ്ചായത്തിലെ രാമൻചാടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നും ജലസേചനം മുടങ്ങി. അതോടെ പദ്ധതി പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായി. നെൽകർഷകരും വാഴ, പച്ചക്കറി കർഷകരും ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. വെള്ളം ലഭിക്കാതെയായതോടെ ഏതാണ്ട് 600 ഹെക്ടറിലധികം വരുന്ന ഭാഗത്തെ കൃഷിയും നാശത്തിലേക്ക് നീങ്ങുകയാണ്. ശുദ്ധജല വിതരണ പദ്ധതികളും മുടങ്ങിയ സ്ഥിതിയാണ്. ജലക്ഷാമം പരിഹരിക്കാൻ കാഞ്ഞിരപ്പുഴ ഡാം തുറന്നുവിടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് ജലപ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സ്ഥിരം തടയണ നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ ഇറിഗേഷൻ അടിക്കുന്നത്, മോട്ടോർ പമ്പ് ചെയ്യുന്നത് നിലച്ചിരിക്കുകയാണ്. നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 80% ജനങ്ങളും കുടിവെള്ളം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വർഷം മുമ്പ് നമ്മളുടെ ഈ ഇറിഗേഷൻ്റെ തൊട്ട് ബാക്കിൽ പിന്നിൽ ഒരു താൽക്കാലിക തടയണ, ആ തടയണ ശാശ്വതമായിട്ടുള്ളൊരു തടയണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അതിൻ്റെ ഏസും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മുഴുവൻ പ്രവർത്തനങ്ങളും അടിയന്തരമായിട്ട് സർക്കാർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ കുടിവെള്ളം അടിക്കുന്നതിന് വേണ്ടി ഈ താൽക്കാലികമായിട്ടുള്ളൊരു തടയണ ഇവിടെ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 80% വരുന്ന ജനങ്ങളുടെ കുടിവെള്ളക്ഷാമവും അതുപോലെ തന്നെ ജലസേചനവും പമ്പ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന്. പഞ്ചായത്തിലെ 90% പേരും ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുള്ള ആളുകളാണ്. അപ്പോൾ പഞ്ചായത്തിലെ മൊത്തം പ്രദേശങ്ങളെ ബാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ രാമൻചാടിയിൽ നിന്നുള്ള വെള്ളം നിലച്ചാലുള്ള ബുദ്ധിമുട്ട്. കുടിവെള്ളം മുതൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതും നിലച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ട് പല പ്രദേശത്തേക്കും നമ്മൾ കുടിവെള്ളം വണ്ടിയിലെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാമൻചാടിയിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പോലും നമുക്കത് പരിഹരിക്കപ്പെടാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ടാണുള്ളത്. ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒരു താൽക്കാലിക തടയണ ഒരു ശാശ്വത പരിഹാരമല്ലെങ്കിൽ പോലും ഈ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാം ഏതെങ്കിലും ഷട്ടർ തുറന്ന് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ഒരു താൽക്കാലിക തടയണയായിട്ട് താൽക്കാലിക പരിഹാരം ഉണ്ടാവും. വേനൽക്കാലത്ത് പ്രദേശത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ കാഞ്ഞിരപ്പുഴ ഡാം തുറന്നുവിടണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന രാമൻചാടി സംരക്ഷണ സമിതി യോഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം, പാലക്കാട് ജില്ലാ കളക്ടർമാർക്ക് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ കത്ത് നൽകിയിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടുത്തെ ഷട്ടർ അടച്ചത് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇവിടുത്തെ നീരൊഴുക്കിന് തടസ്സം കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടർ അടച്ചതാണ്. അപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ കർഷകർക്കും ഇവിടുത്തെ പഞ്ചായത്തുകൾക്കൊക്കെ പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ആ ഷട്ടർ തുറന്നുകൊണ്ട് ഇവിടുത്തെ കാർഷിക മേഖലയിലെ ഈ വെള്ളപ്രശ്നം, ഇവിടുത്തെ ജലസേചനത്തിനുള്ള പദ്ധതി വളരെ അടിയന്തരമായി മലപ്പുറം ജില്ലാ കളക്ടർക്കും പാലക്കാട് ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ, പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ അവരൊക്കെ നമ്മൾ കത്ത് മുഖാന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ അടിയന്തരമായി ഇതിൽ 2 കളക്ടർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇടപെടണമെന്നാണ് പഞ്ചായത്തിന് ആവശ്യപ്പെടാനുള്ളത്. ഒപ്പം തന്നെ ഇത് ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പെയാണ് ഇവിടുത്തെ ഒരു പുതിയ ബണ്ട് കെട്ടുന്നവനുണ്ട്. പിന്നെ തടയണ കെട്ടിക്കൊണ്ട് സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുള്ളൂ. സമീപ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലും ജലസേചന പദ്ധതികളും കുടിവെള്ള പദ്ധതികളും ജലക്ഷാമം കാരണം മുടങ്ങിയ സ്ഥിതിയാണുള്ളത്.